किधर से? केरला से? कुंकुमपू चाहिए आपको? कुंकुमपू चाहिए? ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റഫീഖ് ബൈയുടെ കൂടെ ശ്രീനഗറിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് വണ്ടി നേരെ കാശ്മീരിന്റെ ഐക്കോണിക് സ്പോട്ടായിട്ടുള്ള ദാൽ ലേക്കിലേക്ക് വിടാൻ പറഞ്ഞു. ഇതാണ് ശിക്കാര, ഇതിലുള്ള റൈഡാണ് ശിക്കാർ റൈഡ്. അതിനൊരാൾക്ക് 2000 രൂപ വെച്ച് 5 ആൾക്ക് 10,000 രൂപ പറഞ്ഞു. വേണ്ട മോനെ, ഞങ്ങൾ ദാളിലേക്ക് നടന്ന് കണ്ടോളാന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഓരോ സ്റ്റെപ്പിലും പ്രതീക്ഷിച്ച പോലെ പിന്നിൽ നിന്ന് ദൈവവിളികൾ വരാൻ 10,000, 8,000, 7,000, 5,000. വേണ്ട മോനെ, തൃശ്ശൂക്കാരോട് വേണ്ട നിന്റെ കളി. ഒരാൾക്ക് 2000 രൂപ എന്ന് പറഞ്ഞ് ഇവൻ തന്നെ ഒരു ഉളുപ്പിലുണ്ട് 5 ആളെയും കൊണ്ട് 2,500 റൈഡ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നല്ല സമാധാനപരമായിട്ടുള്ള ഈ യാത്ര നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഈ കളർഫുൾ ആയിട്ടുള്ള ശിക്കാരസ് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ചായ തരാം, കാപ്പി തരാം, കാശ്മീരി കാവ തരാം, നീലക്കൊടുവിലിന്റെ വേര് തരാം. പിന്നെ അവിടെ നിന്ന് നല്ലൊരു കാശ്മീരി കാവയും കുടിച്ച് നമ്മൾ ദാൽ ലേക്കിനോട് ടാറ്റ പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ഇവരുടെ കൂടെ അല്ല, നമ്മുടെ റഫീഖ് ബൈയുടെ കൂടെ. വിന്റർ സ്പോർട്സിന്റെ പർദീസയായിട്ടുള്ള ഗുൽമർഗിൽ ഓഫ് സീസൺ ആയിട്ട് മഞ്ഞ് പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞ് പോലും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല അടിപൊളി വഴിയോരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ എത്തി. മഞ്ഞില്ലെങ്കിൽ എന്താ, ഈ ബ്യൂട്ടിഫുൾ താഴ്വരയിലൂടെ ഞങ്ങളൊരു 3-4 മണിക്കൂർ ആസ്വദിച്ച് നടന്നു. ഈ കാണുന്ന കേബിൾ കാർ റൈഡിന്റെ മഞ്ഞുകാലത്തുള്ള വ്യൂ കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ട് സങ്കടമെങ്കിലും ഈ കാശ്മീരിന്റെ മലയാളികൾ വന്ന് പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾ വീണ്ടും ഹാപ്പി. പിന്നെ നമ്മുടെ വയനാട്ടിലെ പിള്ളേരെ ഒന്നുകൂടി കണ്ടപ്പോൾ ഡബിൾ ഹാപ്പി. അതിൽ ഇവൻ നമ്മളെ 2 കൊല്ലമായിട്ട് ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ ട്രിപ്പിൾ ഹാപ്പി. 5 ആളുടെ വീട്ടിലും ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന കിഡിലിനൊരു ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി.